വയനാട്ടിൽ വനവാസി കുടുംബങ്ങളുടെ കുടിൽ വനംവകുപ്പ് പൊളിച്ചുമാറ്റി. തിരുനെല്ലിയിലെ 3 കുടുംബങ്ങളുടെ കുടിലുകളാണ് പൊളിച്ചു നീക്കിയത്. 16 വർഷമായി താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിലുകളാണ് പൊളിച്ചുമാറ്റിയത്. ഇന്നലെ ചാമിക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ വേണ്ടി ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് വെള്ളം എടുത്ത് മറിച്ച് രാത്രിത്തെ ചോറൊക്കെ എടുത്ത് മറിച്ചിട്ട് പാത്രമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇന്നലെ മുതൽ സ്വാമി അടക്കം വരെ ഞങ്ങൾ പട്ടിണിയാണ്. കുഞ്ഞു മക്കൾ ഞാനും അടക്ക പട്ടിണിയാണ്. ഇന്നലെ ഒരു പകൽ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ നേരമായിട്ട് അടുപ്പിൽ ഞാൻ തീ പിടിപ്പിച്ചിട്ടില്ല. എനിക്ക് അടുപ്പ് വേണ്ടേ വെക്കാൻ. വിവരങ്ങളുമായി അർജുൻ PS ചേരുന്നുണ്ട്. അർജുൻ, വയനാട്ടിലെ വനവാസി കുടുംബങ്ങളുടെ കുടിൽ വനംവകുപ്പ് പൊളിച്ചു മാറ്റിയിരിക്കുകയാണ്. തിരുനെല്ലിയിലാണ് സംഭവം നടക്കുന്നത്. 16 വർഷമായി താമസിക്കുന്ന കുടുംബങ്ങളുടെ കുടിലുകളാണ് പൊളിച്ചു മാറ്റിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും നിഖില്, അതായത് ഇവർ പഞ്ചായത്തിന് ഒരു വീടിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു പൊളിച്ചു നീക്കൽ ഉണ്ടായിട്ടുള്ളത്. ഇവർ പലതവണ ഇത്തരത്തിലൊരു പൊളിച്ചു നീക്കലുമായി ബന്ധപ്പെട്ട് ഈ വനപാലകർ എത്തിയപ്പോഴൊക്കെ ഇവർ ചെറുത്തു നിന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവർ വരികയും പിന്നീട് വീടടക്കം പൊളിച്ചു മാറ്റുന്ന ഈ കൂരകൾ, വീടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചെറിയ കൂരകളാണ്, ആ കൂരകൾ അടക്കം പൊളിച്ചു മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞത്. മാത്രമല്ല ഉള്ളിലുള്ള പാത്രങ്ങളും മറ്റും വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ ഒരു ക്രൂരത തന്നെ എന്നുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കും. ഈ 3 കുടുംബങ്ങളാണ് അവിടെ താമസിച്ചത്. ഒരു കൂരയിലാകട്ടെ ഒരു വിധവയാണ്. ആ വിധവയെ അടക്കമുള്ളവരാണ് ഇപ്പോൾ വഴിയാധാരമായിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ഒരു തെറ്റ് തന്നെ വനപാലകർ ചെയ്തു എന്നുള്ളത് വേണം നമുക്ക് പറയാൻ. ഇവർ കുറച്ചു കാലമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. കുറച്ചു നാളെ എന്ന് പറഞ്ഞാൽ 16 വർഷത്തോളമായി ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളാണ്. തിരുനെല്ലി പഞ്ചായത്തിലെ ബേഗൂരിലാണ് കൊല്ലിമൂല പണിയ കോളനി എന്നാണ് ഇത് പറയാം. അപ്പൊ ഒരു ആദിവാസി വിഭാഗം പണിയ വിഭാഗത്തിലെ ആളുകളാണ് ഇവർ. അവരെയാണ് ഇത്തരത്തിൽ ആട്ടിയിറക്കി വനപാലകർ വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു ഗുരുതരമായ കുറ്റം തന്നെയാണ്. അത്തരത്തിൽ അവിടെ എത്തുകയും പിന്നീട് ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അടക്കം തല്ലി പൊട്ടിച്ചു എന്നുള്ളതാണ് ഇവർ നമ്മളോട് ഇപ്പോൾ ബൈറ്റ് തന്നപ്പോൾ പറയുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നതും ഈ ഒരു സ്ഥലത്ത് ഒരു കാട് നിറഞ്ഞ ഒരു ഫോറസ്റ്റ് ഏരിയയാണ്. ഫോറസ്റ്റ് ഏരിയയുടെ തൊട്ടിപ്പുറത്താണ് ഇവർ താമസിക്കുന്നത്. അതിന് തൊട്ടപ്പുറത്ത് തന്നെ പഞ്ചായത്ത് മറ്റുള്ള കുറച്ച് വീടുകൾ നൽകിയിട്ടുണ്ട്, നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും അവിടെ താമസിക്കുകയായിരുന്നു. പക്ഷേ ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് പെട്ടെന്ന് തന്നെ വനംവകുപ്പ് ഇവിടെ എത്തുകയും ഇവരുടെ കൂരകൾ യഥേഷ്ടം പൊളിച്ചു മാറ്റിയതും ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിഖില്, അർജുൻ, അതായത് ഇതുമായി ബന്ധപ്പെട്ട വനംവകുപ്പിന്റെ ഭാഗത്ത് എന്തെങ്കിലും പ്രതികരണം ഔദ്യോഗികമായി ലഭ്യമായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു അറിയിപ്പും ലഭ്യമായിട്ടില്ല. മാത്രമല്ല വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അടക്കമുള്ള ആളുകൾ ആരും തന്നെ അവിടെ DFO അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. DFOയെ ബന്ധപ്പെടാൻ നമ്മൾ ശ്രമിച്ചിരുന്നു, പക്ഷെ മൊബൈലിൽ അദ്ദേഹത്തെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതുവരെ ആരും തന്നെ ഇതിൽ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. എന്നാൽ തന്നെയും BJP പ്രവർത്തകരടക്കം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചിരുന്നു. ആ പ്രദേശത്തുള്ള BJP പ്രവർത്തകരുണ്ട്, BJP നേതാക്കളടക്കം നമ്മളോട് ഇത്തരത്തിൽ വലിയ ഒരു ചതിയാണ് ചെയ്തതെന്നും അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം നടത്തുമെന്നുമുള്ളതാണ് BJP പ്രവർത്തകരടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ ചിലപ്പോൾ DFO അടക്കമുള്ളവർ പ്രതികരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതൽ വിവരങ്ങൾ അപ്പോഴാണ് പറയുവാൻ കഴിയുക. അർജുൻ, മറ്റൊരു കാര്യം കൂടി, അതായത് ഈ വനവാസി കുടുംബങ്ങളാണ്, ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നൊരു ഇതുകൂടി വനംവകുപ്പ് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കാരണം ഈ നേരത്തെ അർജുൻ പറഞ്ഞ പോലെ ഇവർ വീടിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു. ആ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇവരുടെ ഈ ഒരു കുടിലുകൾ പൊളിച്ചു മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല എന്ന് വനംവകുപ്പ് കരുതിയിട്ടുണ്ടോ? അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഒരു വിധവ കൂടിയാണ് ഈ ഒരു കുടിലിൽ ഒരു വിധവ കൂടി ഉണ്ടായിരുന്നു. അത്തരത്തിൽ 3 കുടിലുകളാണ് പൊളിച്ചു മാറ്റിയത്. ഈ കുടിലുകൾ പൊളിച്ചു മാറ്റുകയല്ല, പൂർണ്ണമായി അത് നശിപ്പിച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. മാത്രമല്ല അതിനുള്ളിലെ പാത്രങ്ങളടക്കം വലിച്ചെറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കഴിഞ്ഞ ഈ ഒരു ബൈറ്റിൽ തന്നെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത ബൈറ്റിൽ തന്നെ അവർ പറയുന്നുണ്ട് കഞ്ഞി കുടിക്കുവാൻ പോലും കഴിഞ്ഞിരുന്നില്ല, ആ പാത്രം അടക്കമാണ് തല്ലി പൊട്ടിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവർ ചോദിക്കുന്നത്. ഇത്തരത്തിൽ വീടുകൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. വീടുകൾക്ക് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ്
ഇത്തരത്തിൽ വനം വകുപ്പ് ഇടപെടുകയും പിന്നീട് ഈ ഒരു കുടില് വലിയ രീതിയിൽ പൊളിച്ച് മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. നമ്മൾ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം ലഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനമായും ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ഒരു വനംവകുപ്പ് തന്നെയാണെങ്കിൽ അല്ലെങ്കിൽ DFO തന്നെയാണ്. DFO ആണ് കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടത്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഇവരെ കൃത്യമായി മറ്റുള്ള ഒരു സാഹചര്യം നോക്കിയില്ല, അല്ലെങ്കിൽ പഞ്ചായത്തുമായി ഈ വനംവകുപ്പ് ബന്ധപ്പെട്ടിട്ടുണ്ടോ, ഇവരുടെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നുള്ളതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഒരു തരത്തിൽ ഈ കുടിലുകൾ പൊളിച്ചു കളയുക എന്നുള്ളത് ഇവരെ ഒരു വഴിയാതനമാക്കുന്ന രീതിയിൽ ചെയ്ത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വരും ദിവസങ്ങളിൽ വഴിവെക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ഈ വീടിനോട് ചേർന്ന് വനത്തോട് ചേർന്നാണ് ഈ വീടുകൾ ഉള്ളതെങ്കിലും അത് ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ തൊട്ടപ്പുറത്ത് തന്നെയുള്ള കൊല്ലിമുലിയിൽ കുറച്ച് ഗോത്ര വിഭാഗങ്ങൾക്ക് വീട് വെച്ച് നൽകിയിരുന്നു. അതായത് ഈ വനവാസികൾക്ക് വീട് വെച്ച് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുറച്ചു പേർക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇവർ അവിടെ തന്നെ ആ കുടിൽ വെട്ടി താമസിച്ചിരുന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വനം വകുപ്പിന്റെ ഒരു സ്ഥലത്ത് ഇവർ വീട് വെച്ചു എന്നുള്ളതാണോ ഇവിടെ പ്രശ്നം എന്നുള്ളതടക്കം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൂടിയും ഇത്തരത്തിൽ ഇവരോട് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് നമുക്ക് പറയുവാനുള്ളത്. അത് തന്നെയാണ് ഈ പ്രദേശവാസികൾ അടക്കമുള്ളവർ നമ്മളോട് പ്രതികരിച്ചു. അർജുൻ, മറ്റൊരു കാര്യം കൂടി, അതായത് അവർ 16 വർഷമായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവരുടെ കുടിൽ പൂർണ്ണമായും പൊളിച്ചു നീക്കി. ഇന്നിനി അവർ എവിടെ താമസിക്കും എന്നൊരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാധന സാമഗ്രികളൊന്നും തന്നെയില്ല. അതിനുള്ള പാത്രങ്ങളടക്കം ഈ കുടിൽ പൊളിച്ചു മാറ്റിയ സമയത്ത് അതെല്ലാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നശിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, ഒപ്പം തന്നെ ഇന്ന് അവർക്ക് അന്തി ഉറങ്ങുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, അതിനുള്ള ക്രമീകരണങ്ങൾ അത് ആരെങ്കിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെയും അത്തരത്തിലൊരു വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ യാതൊരു വിധത്തിലും ആരും ഇതേക്കുറിച്ച് പ്രതികരിക്കാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെയെങ്കിൽ ഇവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ബന്ധുവീടുകളിൽ അഭയം തേടുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗം ഇവർക്കില്ല. കാരണം ഇത്തരത്തിൽ വീട് പൂർണ്ണമായി നശിപ്പിച്ചിരിക്കുന്നു. അടുക്കള ഭാഗമോ അല്ലെങ്കിൽ വീടിന്റെ ഒരു ഭാഗമോ ഇല്ല. പൂർണ്ണമായി തന്നെ കുടിലുകൾ നശിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. അങ്ങനെയാണ് ഇവർ നമ്മളോട് അടക്കമുള്ളവരോട് പരാതി നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ കഞ്ഞി വെക്കുവാനുള്ള പാത്രം പോലും ബാക്കി വെച്ചില്ല, അതടക്കം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടികൾ അടക്കമുള്ള പ്രദേശമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുടിലുകളാണ്. ഒരു വിധവയുണ്ട് അവിടെ. ആ വിധവ അടക്കമുള്ളവർക്കെതിരെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായിട്ടുള്ള ഒരു സാഹചര്യം വനംവകുപ്പ് സൃഷ്ടിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഇവരുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ പഞ്ചായത്ത് അല്ലെങ്കിൽ തിരുനെല്ലി പഞ്ചായത്ത് അധികൃതരോ അല്ലെങ്കിൽ വനംവകുപ്പ് അധികൃതരോ ഇതിൽ വ്യക്തമായി തന്നെ ഇടപെടേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല വനംവകുപ്പ് മന്ത്രി അടക്കമുള്ളവർ ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകണം. മാത്രമല്ല നമുക്കറിയാം OR കേളു, അവിടെ നിന്നും ജയിച്ചിട്ട് പോയ മന്ത്രിയാണ് OR കേളു. ഈ തിരുനെല്ലി പഞ്ചായത്തിലാണ് അദ്ദേഹത്തിന്റെ വീട്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറെ നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്നത്. അത്തരത്തിൽ അദ്ദേഹം അടക്കം ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ നടക്കുന്ന ഒരു സംഭവം, അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്ത് നടക്കുന്ന ഈ ഒരു സംഭവം ആ ഒരു സ്ഥലത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം പോലും ഇതിൽ പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളത് അടക്കമുള്ളത് വരും മണിക്കൂറുകളിൽ ഇവർ നമ്മൾ വ്യക്തമാക്കേണ്ടതുണ്ട്. അത്തരത്തിൽ മന്ത്രി അടക്കം OR കേളു അടക്കം ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി പറയേണ്ടതുണ്ട്. വനംവകുപ്പ് മറുപടി പറയേണ്ടതുണ്ട്. പഞ്ചായത്ത് അധികൃതർ മറുപടി പറയേണ്ടതുണ്ട്. ഇനി ഇവർ എന്തു ചെയ്യുമെന്നുള്ളത് കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്.